സുനീതി പറഞ്ഞ ഉപദേശം കേട്ട് തീരുമാനമെടുത്ത് ധ്രുവൻ അത് നടപ്പിലാക്കാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് ശ്രീ നാരദമുനിയെ കാണുന്നത്. നാരദമുനി ധ്രുവനോട് പറയുകയാണ്. നാരദ ഉവാച, നാരദമുനി പറഞ്ഞു, പ്രിയ ബാല, കളിപ്പാട്ടങ്ങളിൽ ആസക്തിയോടുകൂടി കളികളിൽ മുഴുകി നടക്കുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിയല്ലേ നീ? ഈ ഇളം പ്രായത്തിൽ ബഹുമതിയോ അവമതിയോ വേർതിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. നീ വെറും ഒരു ബാലനല്ലേ, വലിയ അറിവൊന്നും പലതിനെക്കുറിച്ചുമില്ല. നീയാണോ ഈ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഇന്നും നമ്മുടെ ഇളമുറക്കാർ, ചെറുപ്പക്കാർ ആധ്യാത്മികതയിലേക്ക് താല്പര്യം കാണിച്ചാൽ മുതിർന്നവർ പറയുന്നതാണ്. ചെറുപ്രായമല്ലേ, ഇപ്പോഴേ വേണോ ഇതൊക്കെ? ജീവിതം ആസ്വദിച്ച് അനുഭവിക്കാൻ ഇനിയുമില്ലേ? അതെല്ലാം കഴിഞ്ഞിട്ട് പോരെ ആധ്യാത്മികമായ കാര്യങ്ങളിലുള്ള താല്പര്യം? അപ്പം ഈ കാര്യങ്ങൾ ധ്രുവനോട് ശ്രീ നാരദമുനി അന്ന് ചോദിച്ചത് ഇന്നും തുടർന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലരോടും. നീ പ്രിയ ബാല, കളിപ്പാട്ടങ്ങളിൽ ആസക്തിയോടുകൂടി കളികളിൽ മുഴുകി നടക്കുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിയല്ലേ നീ? ഈ ഇളം പ്രായത്തിൽ ബഹുമതിയോ അവമതിയോ വേർതിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ബഹുമതിയാണോ അവമതിയാണോ എന്ന് വേർതിരിച്ചറിയുവാനുള്ള വിവരം പോലും ഉള്ള പ്രായമല്ല. അപ്പോൾ ഈ പ്രായത്തിൽ ഇത് വേർതിരിച്ചറിയുന്നവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി അഥവാ സമ്മാനം അവമാനം എന്നുള്ള ഭേദഭാവന നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിന്റെ അറിവില്ലായ്മയാണ്. സമ്മാനിക്കപ്പെട്ടു, ബഹുമാനിക്കപ്പെട്ടു, അവമാനിക്കപ്പെട്ടു എന്ന ഭേദഭാവനയുണ്ടെങ്കിൽ ആ ഭേദഭാവന അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ ലോകത്തിൽ ഓരോരോ ആളുകൾക്ക് സന്തോഷവും സങ്കടവും ഉണ്ടാകുന്നത് മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമനുസരിച്ചാകുന്നു. അല്ലാതെ മറ്റുള്ളവർ കാരണമാണ് തനിക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കരുതുന്നത് കേവലം മോഹം മാത്രമാകുന്നു. അത് സത്യമല്ല. ഓരോരുത്തർക്കും ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് പ്രാരബ്ധം കാരണമാകുന്നു എന്നാണ് പറഞ്ഞത്. ഈ പ്രാരബ്ധം എന്നുള്ളത് നമുക്ക് നമ്മുടെ പൂർവാർജിതമായ അറിവുകളുടെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളായിട്ട് കണക്കാക്കാം. മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമനുസരിച്ച്, പ്രാരബ്ധമനുസരിച്ചിട്ടാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. മുൻ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം പൂർവാർജിതമായ അറിവുകളുടെ പിൻബലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകൾ, നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ചിന്തകളാണ് വാസ്തവത്തിൽ ഓരോരുത്തർക്കും സുഖദുഃഖങ്ങളെ സമ്മാനിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ കാരണമാണ് തനിക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കരുതുന്നത് കേവലം മോഹം മാത്രമാകുന്നു. വേറൊരാൾ കാരണമല്ല നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അയാളുടെ പ്രവർത്തികൾ നമ്മളിൽ ഉണർത്തുന്ന ചിന്തകളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സംഭവം നമ്മളിൽ ചിന്തകളെ ഒന്നും ഉണർത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഉണർത്തിയ ചിന്തകളുടെ പുറകെ നാം സഞ്ചരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു സംഭവവും നമ്മളിൽ സുഖദുഃഖങ്ങളെ ഉണർത്തുകയില്ല. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് വേറൊരാൾ കാരണം അല്ല, ബാഹ്യ സാഹചര്യങ്ങൾ കാരണമല്ല ഒരാൾക്ക് വാസ്തവത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നമുക്കിനി എപ്പോഴെങ്കിലും സുഖമോ ദുഃഖമോ ഉണ്ടാകുമ്പോൾ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒന്ന് അന്വേഷിച്ച് ചെന്നാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ചിന്തകൾ ഉണർത്തുന്ന ക്ഷോഭങ്ങളാണ് നമുക്ക് സുഖദുഃഖങ്ങളായിത്തീരുന്നത്. അതുകൊണ്ട് ബാഹ്യമായ സാഹചര്യങ്ങൾ കാരണമാണ്, വ്യക്തികൾ കാരണമാണ്
നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് വെറും മോഹം മാത്രമാണ്, അത് ഭ്രമം മാത്രമാണ്, അത് സത്യമല്ല. പ്രിയ ബാല, അതുകൊണ്ട് അറിവുള്ള പുരുഷൻ തൻ്റെ പ്രാരബ്ധത്തിനനുസരിച്ചുള്ള ഫലത്തെ ഭഗവാൻ തന്നിരിക്കുന്നതാണെന്ന് കണ്ട് കിട്ടിയതുകൊണ്ട് തൃപ്തനായി സന്തോഷത്തോടെ ഇരിക്കണം. അറിവുള്ള പുരുഷൻ തൻ്റെ പ്രാരബ്ധത്തിനനുസരിച്ചിട്ട് ആണ് തനിക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കിട്ടിയത് കൊണ്ട് തൃപ്തനായി സന്തോഷത്തോടു കൂടിയിരിക്കണം. എന്തൊന്നാണോ നമ്മളിലേക്ക് പ്രകൃതി കൊണ്ട് എത്തിക്കുന്നത് അതിൽ സംതൃപ്തരായിട്ടിരിക്കുക. അതുണർത്തുന്ന ചിന്തകളുടെ പുറകെ പോയി സുഖദുഃഖങ്ങളിൽപ്പെട്ട് വലയാതിരിക്കുക. അഥവാ മാതാവ് ഉപദേശിച്ചതുപോലെ പരമപുരുഷനായ ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിച്ച് നിന്റെ ആഗ്രഹം സഫലമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നന്ന്. ഞാനീ പറയുന്നതല്ല നീ കേൾക്കാൻ പോകുന്നത്, നിന്റെ അമ്മ പറഞ്ഞതാണ് നീ കേൾക്കാൻ പോകുന്നത് എങ്കിൽ അത് നല്ലത് തന്നെ. എന്നാൽ ജഗദീശ്വരനെ സേവിച്ച് അവിടുത്തെ അനുഗ്രഹം നേടുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല എന്ന് നീ ധരിക്കണം. സാധാരണ മനുഷ്യർക്ക് അത് വളരെ ദുഷ്കരമാകുന്നു. സാധാരണ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ സാധാരണ സംഭവങ്ങൾ ഉണർത്തുന്ന ചിന്തകളുടെ പുറകെ പാഞ്ഞ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ജഗദീശ്വരനെ സേവിച്ച് അനുഗ്രഹം നേടുക എന്നുള്ളത് എളുപ്പമല്ല. ശ്രീ നാരദമുനി ധ്രുവനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ ധ്രുവന് വാസ്തവത്തിൽ 5 വയസ്സേ പ്രായമുള്ളൂ. വലിയ ചിന്തകളുടെ ഭാരമൊന്നും ധ്രുവനുണ്ടാകാൻ വഴിയുമില്ല. പൂർവാർജിതമായ അനുഭവങ്ങളിലൂടെ വരുന്ന ചിന്തകൾ അധികമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എങ്കിലും ആ ധ്രുവന് പോലും ഇത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളുടെ ചുഴിയിൽപ്പെട്ടുഴറാനുള്ള സാധ്യത വളരെ കുറവായിരുന്നിട്ടും ധ്രുവനു പോലും ഇത് ബുദ്ധിമുട്ടാണ് എന്നാണ് ശ്രീ നാരദമുനി സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് 1-2 വർഷം ഉപാസന ചെയ്ത് കഴിയുമ്പോൾ ദിവ്യമായ അനുഭൂതികളുണ്ട് എന്ന് അവകാശപ്പെടുന്നവരുടെ അവകാശത്തെ പറ്റി ചിന്തിക്കേണ്ടത്. കേവലം കുറച്ച് കാലം ആധ്യാത്മിക സാധനയിലൂടെ വ്യാപരിച്ച് കഴിയുമ്പോഴേക്കും അപാരമായ അനുഭൂതികൾ തങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നവരുടെ അവകാശവാദത്തെ ഈ പശ്ചാത്തലത്തിൽ ചിന്തിച്ചു വേണം നാം നിരൂപിക്കാൻ. ഇദ്ദേഹം അസന്ദിഗ്ധമായിട്ട് പറയുകയാണ് ധ്രുവനോട്, അവിടുത്തെ എന്നാൽ ജഗദീശ്വരനെ സേവിച്ച് അവിടുത്തെ അനുഗ്രഹം നേടുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. ഭഗവാനെ ഉപാസിക്കുന്നത് നല്ലത് തന്നെ, പക്ഷെ അത് അത്ര എളുപ്പമായ കാര്യമല്ല. സാധാരണ മനുഷ്യർക്ക് അത് വളരെ ദുഷ്കരമാകുന്നു. സർവസംഘ പരിത്യാഗികളായ മുനിവര്യന്മാർ തീവ്രമായ സമാധിചര്യകളാലും അഷ്ടാംഗയോഗത്താലും അനേകം ജന്മങ്ങൾ കൊണ്ട് പരിശ്രമിച്ചിട്ടും ആ സർവേശ്വരൻ്റെ യഥാർത്ഥ തത്വത്തെ അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ കേവലം ബാലനായ നിനക്കെങ്ങനെ ഭഗവാനെ പൂജിച്ച് പ്രസാദിപ്പിക്കാനാകും? സർവസംഘ പരിത്യാഗികളായ മുനിവര്യന്മാർ, ഒന്നിനോടും സംഘമില്ലാത്തവർ, എല്ലാത്തിനോടുമുള്ള സംഘത്തെ അറ്റാച്ച്മെൻറ്റിനെ പരിത്യജിച്ചവർ, എല്ലാത്തിനോടുമുള്ള സംഘത്തെ പരിത്യജിക്കണമെങ്കിൽ എന്ത് വേണം? അതുണർത്തുന്ന ചിന്തകളുടെ പിന്നാമ്പുറം പറ്റുന്നത് ഇല്ലാതെയാകണം. വാസ്തവത്തിലൊരു വസ്തുവല്ല നമ്മളെ ആകർഷിക്കുന്നത്, ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയുമല്ല നമ്മളിൽ ആകർഷണ വികർഷണങ്ങളെ ഉണ്ടാക്കുന്നത്. ആ വസ്തുവോ വ്യക്തിയോ നമ്മളിൽ ഉണർത്തുന്ന ചിന്തകളാണ് ആകർഷണ വികർഷണങ്ങൾ. അപ്പോൾ സർവസംഘ പരിത്യാഗം എന്ന് പറഞ്ഞാൽ ചിന്തകളോടുള്ള സംഘം ഇല്ലാതെയാവുക. അങ്ങനെ നമ്മളിൽ, അതും ആകസ്മികമായിട്ട് ഒരു കാരണവുമില്ലാതെയാണ് നമ്മളിൽ നല്ല ചിന്തകളും മോശം ചിന്തകളും ഉണ്ടാകുന്നത്. ഒരു കാരണവുമില്ലാതെയാണ് ഈ ചിന്തകളുടെ പുറകെ നമ്മൾ പായുന്നത്. ഇതിനൊന്നും കാര്യകാരണങ്ങളില്ല.
അടുത്ത ചിന്ത ഏതായിരിക്കും നമ്മളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണയും ആർക്കുമില്ല. അപ്പോൾ ആ ചിന്തകളുമായിട്ടുള്ള സംഘത്തെയാണ് പരിത്യജിക്കേണ്ടത്. അങ്ങനെ പരിത്യജിച്ച മുനിവര്യന്മാർ തീവ്രമായ തീവ്രമായ സമാധിചര്യകൾ, ഏകാഗ്രതാഭ്യാസങ്ങൾ, അഷ്ടാംഗയോഗത്താലും, വീണ്ടും നമ്മളോട് വ്യാസഭഗവാൻ ഈ ഭാഗവതത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് സാഖ്യയോഗ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. സാഖ്യയോഗങ്ങൾ നേരിട്ട് ഭേദതലത്തിലുള്ള സാഖ്യയോഗമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്, അഭേദതലത്തിലുള്ള സാഖ്യയോഗങ്ങളാണ്. ആ സാഖ്യയോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ ഭാഗവതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്. സമാധിചര്യകളാലും അഷ്ടാംഗയോഗത്താലും അനേകം ജന്മങ്ങൾ കൊണ്ട് പരിശ്രമിച്ചിട്ടും ആ സർവേശ്വരൻ്റെ യഥാർത്ഥ തത്വത്തെ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സർവസംഘ പരിത്യാഗികൾക്ക് പോലും ആ ഈശ്വരൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ കേവലം ബാലനായ നിനക്കെങ്ങനെ ഭഗവാനെ പൂജിച്ച് പ്രസാദിപ്പിക്കാനാകും? അതുകൊണ്ട് നീ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളുക. ഈ നിർബന്ധ ബുദ്ധി ഇപ്പോൾ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അനുകൂലമായ അവസരം വന്നു ചേരുമ്പോൾ ശ്രേയസ്സിനായി നിനക്ക് പ്രയത്നിക്കാം. ആ സമയത്ത് സ്വാഭാവികമായി ശ്രേയസ് ഉണ്ടാവുകയും ചെയ്യും. വളരെ പ്രസക്തമായ വരികളാണിത്. അതുകൊണ്ട് നീ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊള്ളുക. നാരദമുനി ധ്രുവനോട് പറയുകയാണ്. നാരദമുനി ആരാണെന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാകാം ധ്രുവനോട്. അത് കഥയിൽ പറയുന്നില്ലെങ്കിലും ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടാകാം. ആ നാരദമുനിയാണ് പറയുന്നത് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോയിക്കൊള്ളാൻ. ഞാനോ നിങ്ങളോ ആയിരുന്നു ധ്രുവൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തായിരുന്നിരിക്കും ചെയ്യുക എന്ന് ഇവിടെ ചിന്തിക്കേണ്ടതാണ്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, ഈ നിർബന്ധ ബുദ്ധി ഇപ്പോൾ നിനക്ക് പ്രയോജനം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അനുകൂലമായ അവസരം വന്നു ചേരുമ്പോൾ ശ്രേയസ്സിനായി നിനക്ക് പ്രയത്നിക്കുക. ഇപ്പം സമയം നല്ലതല്ല. നീ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ പറ്റിയ സമയമല്ല ഇത്. ഇങ്ങനെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മളൊരു തീരുമാനമേറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുമ്പോൾ ആ നടപ്പിലാക്കാൻ പോകുന്ന സമയം നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിൽ പലരും പലതും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നതും. ഇവിടെ ധ്രുവൻ സമയമൊന്നും നോക്കിയില്ല. ധ്രുവൻ്റെ ഈ ഈശ്വരോന്മുഖമായ താല്പര്യം ഉരുത്തിരിഞ്ഞ് വരുന്നതും ദ്വേഷത്തിൽ നിന്നാണ്, ക്രോധത്തിൽ നിന്നാണ്. തൻ്റെ അച്ഛൻ്റെ മടിത്തട്ടിലേക്ക് കയറുവാൻ ഉള്ള തൻ്റെ അവകാശത്തെ നിഷേധിച്ചതുകൊണ്ട് ഉണ്ടായ ദേഷ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാൻ ധ്രുവൻ സമയമൊന്നും നോക്കിയില്ല. ആ സമയത്താണ് നാരദമുനി അവിടെ വന്ന് പറയണത്, സമയം നല്ലതല്ല ഇപ്പം. ഈ സമയം നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പം നിനക്ക് സമയം അനുകൂലമല്ലാത്തത് കൊണ്ട് നീ പ്രയത്നിച്ച സാധിക്കുകയില്ല. അതുകൊണ്ട് അനുകൂലമായ അവസരം വരുമ്പോൾ ശ്രേയസ്സിനായി നിനക്ക് പരിശ്രമിക്കുക. ഇപ്പം നിൻ്റെ ടൈം നല്ലതല്ല, ടൈം ശരിയല്ല. അതുകൊണ്ട് തിരിച്ചു പൊക്കോളൂ. ആ സമയത്ത് സമയം നന്നാകും. സമയം ഒരാൾക്കും മോശമായി തന്നെ നിൽക്കുകയില്ല, മാറി മാറി വരും. കുറച്ച് കാലം കഴിഞ്ഞാൽ സമയം നന്നാകും. ആ സമയത്ത് സ്വാഭാവികമായി ശ്രേയസ് ഉണ്ടാവുകയും ചെയ്യും. അതിനുവേണ്ടി നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നീ ഇപ്പം തിരിച്ചു പോ. നിനക്ക് ടൈം ശരിയല്ല. കുറച്ച് കഴിയുമ്പം ടൈം ശരിയാവുമ്പം എല്ലാം താനെ നേരെയായിക്കൊള്ളും. നമ്മളെന്തായിരിക്കും ഇങ്ങനെ ഒരു ഉപദേശം, ഇങ്ങനെ ഒരു ധന്യാത്മാവിൽ നിന്ന് കിട്ടിയാൽ ചെയ്യുക എന്നുള്ളത് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. ധ്രുവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. ഏതൊരുവരും അവരുടെ പ്രാരബ്ധങ്ങൾക്കനുസൃതമായ ഫലം ദൈവം നൽകുന്നു. ഏതൊരുവർക്കും അവരുടെ പ്രാരബ്ധങ്ങൾക്കനുസൃതമായ ഫലം ദൈവം നൽകുന്നു. അത് ചിലപ്പോൾ ദുഃഖത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ സുഖത്തിൻ്റെയും. സുഖമായാലും ദുഃഖമായാലും സന്തോഷത്തോടു കൂടി അതിനെ അംഗീകരിക്കണം. എൻ്റെ കർമ്മഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് സമാധാനിച്ച് മനസ്സിനെ ശാന്തമാക്കി വെക്കണം.
ഈ വിധത്തിലുള്ള ജീവിത രീതി കൊണ്ട് ക്രമേണ അന്ധകാരമയമായ സംസാരത്തിൻ്റെ മറുകര കടക്കുവാൻ കഴിയുന്നതാണ്. ആ കാലത്തിൽ ഈ കാലത്തും നിലവിലുള്ള ആധ്യാത്മികതയുടെ ഒരു രത്നച്ചുരുക്കമാണ്. ഇതെല്ലാം പ്രാരബ്ധ ഫലമാണ്. അതുകൊണ്ട് എന്താണോ ഉണ്ടാകുന്നത് അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അനുഭവിക്കുക. ഫലത്തെ തരുന്നത് ഈശ്വരന്. അതുകൊണ്ട് ആ ഈശ്വരൻ തരുന്ന ഫലത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഈ വിധത്തിലുള്ള ജീവിത രീതി കൊണ്ട് ക്രമേണ അന്ധകാരമയമായ സംസാരത്തിൻ്റെ മറുകര കടക്കുവാൻ കഴിയുന്നതാണ്. വിദ്യ, സമ്പത്ത്, വംശമഹിമ തുടങ്ങിയ ഗുണങ്ങളാൽ തന്നേക്കാൾ മികച്ചു നിൽക്കുന്നവരെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അസൂയപ്പെടുകയല്ല. യോഗസൂത്രത്തിൽ, പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ ഒന്നാമത്തെ പാദത്തിൽ 33-ാമത്തെ സൂത്രമുണ്ട്. മൈത്രി കരുണാമുദിതോപേക്ഷാണാം സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണാം ഭാവനാത ചിത്തപ്രസാദനം. മനസ്സിന് സന്തോഷത്തോടു കൂടി നിൽക്കാൻ അദ്ദേഹം 4 കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത്. നിത്യജീവിതത്തിൽ ഇടപഴകുമ്പോൾ സന്തോഷത്തോടു കൂടി മനസ്സിനെ നിലനിർത്തുവാൻ 4 കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. ഈ 4 രീതികളിൽ ഏതെങ്കിലും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് വേണം നിത്യജീവിതത്തിലൂടെ കടന്നു പോകാൻ. കാരണം നിത്യജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ 4 തരത്തിലുള്ള ആൾക്കാരെ കാണാനുള്ള സാധ്യതയുണ്ട്. സുഖം, ദുഃഖം, പുണ്യം, അപുണ്യം. ഇങ്ങനെ 4 വിഭാഗത്തിൽ നമുക്ക് എല്ലാവരെയും പെടുത്താം. സുഖം അനുഭവിക്കുന്നവർ, ദുഃഖം അനുഭവിക്കുന്നവർ, പുണ്യം എന്നുള്ളതിന് ഇവിടെ കഴിവുകൾ എന്നുള്ള അർത്ഥം എടുക്കാം. കഴിവുകളുള്ളവർ, അപുണ്യം കഴിവുകളില്ലാത്തവർ. ഈ 4 തരത്തിലുള്ള ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചേരുവകളോട് കൂടിയവരെയാണ് നമ്മൾ കാണാൻ സാധ്യത. ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനോനിലവാരമനുസരിച്ച് അത് അവർ നമ്മളിൽ വ്യത്യസ്ത വികാരങ്ങളെ ഉണർത്തും. അത് പലപ്പോഴും അസൂയ, ഈർഷ്യ, ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെയാണ് ഉണർത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ടും, പ്രത്യേകിച്ചും നമ്മളെക്കാൾ എന്തുകൊണ്ടും മുകളിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപഴകേണ്ടി വരികയാണെങ്കിൽ, അവരെക്കുറിച്ച് നമ്മൾ കേൾക്കേണ്ടി വരികയാണെങ്കിൽ അത് നമ്മളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഇങ്ങനെ ഉള്ളവരെക്കുറിച്ച് കേൾക്കാതെ, അറിയാതെ, ബന്ധപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധ്യമല്ല. അപ്പം എങ്ങനെ വേണം ഈ ജീവിതത്തിൽ അങ്ങനെയുള്ളവരെ കാണുകയാണെങ്കിൽ, അവരെക്കുറിച്ച് കേൾക്കുകയാണെങ്കിൽ എങ്ങനെ വേണം പെരുമാറേണ്ടത് എന്നുള്ളത് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ 1-ാമത്തെ അധ്യായം സമാധിപാദത്തിൽ 33-ാമത്തെ സൂത്രത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുതന്നെയാണ് ഇവിടെ ഇദ്ദേഹവും സൂചിപ്പിക്കുന്നത്. തന്നേക്കാൾ അറിവുള്ളവർ, തന്നേക്കാൾ സാമ്പത്തിക ശേഷിയുള്ളവർ, തന്നേക്കാൾ വംശ മഹിമയുള്ളവർ, ഇവരെയൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. സുഖമുള്ളവരെ കാണുമ്പോൾ അവരോടൊക്കെ നമുക്ക് സൗഹൃദ മനോഭാവം ഉണ്ടാകണം, മൈത്രി. ദുഃഖമുള്ളവരെ കാണുമ്പോൾ അവരോട് നമുക്ക് കരുണയുണ്ടാകണം. കരുണ എന്ന് പറഞ്ഞാൽ സഹതാപമല്ല. ദുഃഖമുള്ളവരെ കാണുമ്പോൾ അവരുടെ ദുഃഖം നമ്മളിൽ ദുഃഖത്തെ ഉണർത്തണം. ആ ദുഃഖത്തെ ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം. പ്രവൃത്തിയിൽ പരിണമിക്കുന്ന സഹതാപമാണ് കരുണ. അപ്പം ദുഃഖമുള്ളവരെ കാണുമ്പോൾ സഹതാപം ഉണ്ടാകണം. കഴിവുള്ളവരുടെ കഴിവുകളെ കാണുമ്പോൾ മുദിത, സന്തോഷമുണ്ടാകണം. കഴിവില്ലാത്തവരോട് പൊതുവെ നമുക്കൊക്കെ ഒരു അവജ്ഞ ഉണ്ടാവുക. അതില്ല, അതിനെ ഉപേക്ഷിക്കണം. അവർ നമ്മളെക്കാൾ താഴെയാണ് എന്ന മനോഭാവത്തെ ഉപേക്ഷിക്കണം. അപ്പം ഈ രീതിയിൽ നമ്മൾ ലോകത്തിൽ ഇടപെട്ടാൽ, ഇതിനെപ്പറ്റി നമുക്ക് ഇനിയും വീണ്ടും വിസ്തരിച്ച് കേൾക്കുവാൻ ഇടവരും. അപ്പോൾ ഇത് വീണ്ടും വിസ്തരിക്കാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം ധ്യാന രീതികളുണ്ട്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ, ഇതൊക്കെ പരിശീലിപ്പിക്കാൻ ധ്യാനമുറകളുണ്ട്. ഇതൊക്കെ പരിശീലിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ മാറ്റമുണ്ടാകും എന്നുള്ളത്
ന്യൂറോ സയൻസ് തെളിയിച്ചിട്ടുള്ളതുമാണ്. ഈ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നീ കാര്യങ്ങളെ ധ്യാനമുറയിലൂടെ പരിശീലിച്ചാൽ ആ പരിശീലനം നമ്മുടെ തലച്ചോറിൽ വ്യത്യാസമുണ്ടാക്കുകയും ശാന്തിയും സമാധാനവും സന്തോഷവും നമുക്ക് പകർന്നു തരികയും ചെയ്യും. അപ്പോൾ ആ ധ്യാനമുറകളെല്ലാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സന്ദർഭം വരും, ഇനിയും അനേകം സന്ദർഭങ്ങൾ വരും, അപ്പം നമുക്ക് വിസ്തരിച്ച് കേൾക്കാം. അപ്പം ഈ 4 രീതിയിൽ നമ്മൾ ജനങ്ങളുമായിട്ട് ഇടപഴകുകയാണ് എങ്കിൽ നമുക്ക് ചിത്തപ്രസാദനം, മനസ്സിന് സന്തോഷമുണ്ടാകും.